എടവണ്ണപ്പാറ ചാലിയാറിലെ 17-കാരിയുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ. സിദ്ദീഖ് അലിക്കെതിരെയാണ് പോക്സോ കേസ്. വാഴക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് സംഭവം? തിങ്കളാഴ്ച ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്കെതിരെ കരാട്ടെ സിദ്ദീഖ് അലിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയാണ് വാഴക്കാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അധ്യാപകനെതിരെ, ഇയാൾ കരാട്ടെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ കരാട്ടെ മാസ്റ്ററാണ്. ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ കരാട്ടെ പരിശീലനത്തിന് പോകുന്ന സമയത്ത് ഈ അധ്യാപകൻ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കുടുംബം ആരംഭിക്കുന്നത്. ഈ സംഭവത്തിൽ പരാതി നൽകാനിരിക്കെയാണ് തിങ്കളാഴ്ച പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതെന്നും കുടുംബം പറയുന്നു. 2020 മുതൽ പെൺകുട്ടി കരാട്ടെ പരിശീലിക്കുന്നുണ്ട്. ഈ പരിശീലനത്തിന് പിന്നാലെ പെൺകുട്ടിയെ അധ്യാപകൻ നിരന്തരമായി പീഡിപ്പിച്ചെന്നാണ് ഇവരുടെ പരാതി. ഇക്കാര്യം വിദ്യാർത്ഥിനിയെ വീട്ടുകാർ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് നൽകാനിരിക്കിയ സമയത്താണ് ഇത്തരത്തിൽ പെൺകുട്ടി മരിച്ചത്. കുടുംബം ആരോപിക്കുന്നത് ഒരിക്കൽ പോലും പുഴയിൽ ചാടി മരിച്ചതുപോലെയോ മുങ്ങി മരിച്ച നിലയിലോ ആയിരുന്നില്ല ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ധരിച്ച മേൽവസ്ത്രവും ഷാളും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ പോക്സോ കേസ് ചുമത്തിയാണ് ഈ അധ്യാപകനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുടുംബം ആരോപിക്കുന്നത് ഈ കരാട്ടെ സ്ഥാപനത്തിൽ വരുന്ന പല പെൺകുട്ടികളെയും ബ്രെയിൻ വാഷ് ചെയ്ത ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ആരോപണമാണ്. പ്രത്യേകിച്ച് കരാട്ടെ സമയങ്ങളിൽ ശരീരത്തിൽ പിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലൈംഗിക പ്രവർത്തികൾ നടത്തുന്നതുമെല്ലാം ഈ പല പെൺകുട്ടികൾക്കും അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരുന്നു എന്നുള്ള കാര്യവും കുടുംബം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനജീവി അടക്കമുള്ള മാധ്യമങ്ങളോട് ഇത്തരത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ കുടുംബത്തിൽ ഈ പെൺകുട്ടിയുടെ സഹോദരി അടക്കം നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തും. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.